الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الناس أنتم الفقراء إلى الله والله هو الغني الحميد. ഏറെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകൾ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും സൂക്ഷ്മത പുലർത്തി തഖ്വയുള്ളവരായി മാറണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്. സർവശക്തനായ റബ്ബിൻ്റെ സഹായത്തിന് ആവശ്യക്കാരനായി തീരുക എന്നത് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ഒരു ഗുണത്തിൽപ്പെട്ടതാണ്. എപ്പോഴും ഒരു മനുഷ്യൻ എന്ന നിലക്ക്, അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിജാലം എന്ന നിലക്ക് അവൻ്റെ സൃഷ്ടാവുമായി എപ്പോഴും ആവശ്യക്കാരനായി മാറുക എന്നത് മനുഷ്യർ എന്ന നിലക്ക് നമ്മുടെ അടിസ്ഥാന ഗുണമാണ് എന്നർത്ഥം. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ സഹായം അത്യന്താപേക്ഷിതമാണ് എന്നതിൽ സംശയമില്ല. വൈജ്ഞാനിക മേഖലയിലും സാങ്കേതിക മികവിലും ആരോഗ്യരംഗത്തും അതുപോലെ തന്നെ ബുദ്ധിപരമായും ഒരുപാട് വികസിച്ച രാജ്യങ്ങളും അതിന് നേതൃത്വം നൽകിയ ഒരുപാട് ആളുകളും ഇന്ന് ലോകത്തുണ്ട്. പക്ഷെ വളരെ ചെറിയ, നോക്കിയാൽ കാണാൻ പറ്റാത്ത, കണ്ടുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു സൂക്ഷ്മജീവിയുടെ ഒരു ഇടപെടലുകൾ കൊണ്ട് അതിൻ്റെ മുമ്പിൽ മനുഷ്യൻ പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ചികിത്സ നിർണയിച്ചിട്ടില്ലാത്ത, എന്ന് പറഞ്ഞാൽ ചികിത്സ എന്താണ് എന്ന് മനുഷ്യൻ്റെ ഇത്ര കാലത്തെ കുതിപ്പിനിടയിൽ പോലും കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രോഗബാധക്ക് മുമ്പിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹുവിനോട് സഹായം ചോദിച്ചുകൊണ്ടേയിരിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ നിസ്സഹായ അവസ്ഥ, ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു നിസ്സഹായ അവസ്ഥ നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നത് നമുക്ക് ബോധ്യപ്പെടുകയാണ്. ലോകരാജ്യങ്ങൾക്കും ഒക്കെ ബോധ്യപ്പെടുകയാണ്. അള്ളാഹുവിൻ്റെ സഹായമല്ലാതെ മറ്റൊരു സഹായവും ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഇല്ലാത്ത വിധത്തിൽ നമ്മൾ അള്ളാഹുവിലേക്ക് വിധേയപ്പെടുകയും വിനയം കാണിക്കുകയും നമ്മുടെ എല്ലാ കിബറും അവസാനിപ്പിച്ച് അള്ളാഹുവിനോട് സഹായം ചോദിക്കുകയും ചെയ്യേണ്ട സന്ദർഭമാണ്. ഈ ഒരു സഹായ സന്ദർഭത്തെക്കുറിച്ച് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഖുർആൻ കൃത്യമായി അത് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ എല്ലായ്പ്പോഴും നിങ്ങളുടെ സൃഷ്ടാവായ പടച്ച തമ്പുരാനോട് ആവശ്യക്കാരനാണ് എന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നുണ്ട്. വല്ലാഹു വൽ ഗനിയുൽ ഹമീദ്, ആവശ്യക്കാരനല്ലാതെ പരാശ്രയനായുള്ളവൻ അള്ളാഹു മാത്രമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ അള്ളാഹുവിന്റെ ഖലാ ഖദറിൽ പെട്ടതാണ് എന്ന്
നമ്മൾ ഉറച്ചു വിശ്വസിക്കുക. ഖുർആൻ പറഞ്ഞു, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫി അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബൽ അൻ നബ്റഅഹാ. കൃത്യമായി അല്ലാഹുവിന്റെ അടുക്കൽ രേഖപ്പെടുത്തപ്പെടാത്ത ഒരു കാര്യവും ഭൂമിയിലാവട്ടെ നമ്മിലാവട്ടെ പ്രിയപ്പെട്ടവരെ ഒന്നും അല്ലാഹു തആല സംഭവിപ്പിക്കുന്നില്ല എന്ന് പരിശുദ്ധ ഖുർആൻ കൃത്യമായി പറയുന്നുണ്ട്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നല്ലത് വരുമ്പോൾ അവന് ശുക്ർ കാണിക്കുക. അവന് ചില പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടാകുമ്പോൾ സബറോടുകൂടി അതിനെ നേരിടുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതാണ് ഒന്നാമതായി ഓർമ്മിപ്പിക്കാനുള്ളത്. രണ്ടാമത് ഓർമ്മിപ്പിക്കാനുള്ളത് അള്ളാഹുവിൽ നമ്മൾ തവക്കുൽ ചെയ്യുക എന്നതാണ്. എല്ലാം അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരമാണ് നടക്കുന്നത്. എല്ലാം അള്ളാഹു നിശ്ചയിച്ച പ്രകാരമാണ് നടക്കുന്നത്. അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിപ്പ് എന്ന നിലക്ക് നമുക്ക് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക എന്നതാണ്. എന്താ അതിന്റെ അടിസ്ഥാനം? ഹുവ മൗലാന, അള്ളാഹുവാണ് നമുക്ക് തവക്കുൽ ചെയ്യാനുള്ള നമ്മുടെ യജമാനൻ എന്ന് പറയുന്നത്. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. അതുകൊണ്ട് വിശ്വാസികളെ, ഈമാനുള്ളവരെ, നിങ്ങൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക. അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക എന്നതാണ് രണ്ടാമതായി നമുക്ക് ഇതിൽ നിന്ന് ഉൾക്കൊള്ളാനുള്ള പാഠം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പാപങ്ങളെ നമ്മൾ നിയന്ത്രിക്കുകയും നമ്മൾ വിശുദ്ധരായി മാറുകയും ചെയ്യുക. അതില്ലാതെ ഇത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് കാവൽ നൽകില്ല എന്നതാണ്. പശ്ചാത്തപിക്കുക എന്നതാണ്. നമ്മൾ ചെയ്ത ഫിത്തനകൾ കാരണം, നമ്മൾ നമ്മളോട് ചെയ്ത ഫിത്തനകൾ കാരണം, നമ്മുടെ കുടുംബത്തിൽ ചെയ്ത ഫിത്തനകൾ കാരണം, സമൂഹത്തിൽ ചെയ്യുന്ന ഫിത്തനകൾ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാണ് നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, കുടുംബത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ തന്നെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, നിങ്ങൾ പാപങ്ങളിൽ നിന്നൊക്കെ മടങ്ങാം. ലഅല്ലഹും യർജിഊൻ. ഇത്തരം പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളെ കുറിച്ച് ആലോചിച്ച് നന്നാവാൻ തീരുമാനമെടുത്തേക്കാം, നിങ്ങളൊന്ന് മടങ്ങിയേക്കാം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ലഅല്ലഹും യതളറഊൻ. നിങ്ങളൊന്ന് വിനയപ്പെട്ടേക്കാമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നതാണ്. നാലാമതായി ഓർമ്മിപ്പിക്കാനുള്ളത് ഭൗതികമായ പ്രതിരോധ ജാഗ്രതാ മാർഗങ്ങൾ സർക്കാരും സമൂഹത്തിലെ ഉത്തരവാദപ്പെട്ട ആളുകളൊക്കെ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെ നമ്മൾ സ്വീകരിക്കുക എന്നതാണ്. അതിനൊക്കെ അവഗണിച്ചുകൊണ്ട് ഞാനൊരു സംഭവമാണെന്ന് വിചാരിച്ച് അങ്ങോട്ട് ഇറങ്ങി പുറപ്പെടരുത്. എല്ലാ നിർദ്ദേശങ്ങളും അവഗണിച്ച് മുന്നറിയിപ്പുള്ള ബോർഡുകളൊക്കെ പലയിടത്തും ഉണ്ടാകും, പലതരത്തിലുള്ള ബോർഡുകൾ ഉണ്ടാവും. അതൊക്കെ നമ്മുടെ ജീവിത സുരക്ഷിതത്വത്തിനും സംരക്ഷണത്തിനും വേണ്ടിയിട്ടാണ്. അതൊക്കെ പാലിക്കാൻ ഒരു മുഅ്മിൻ എന്ന നിലക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ബാധ്യത നമുക്കുണ്ട് എന്നതാണ്. ഖുർആൻ തന്നെ പറഞ്ഞു, വലാ തുൽഖൂ ബിഅയ്ദീകും ഇല തഹ്ലുക. അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ, ശരീരത്തെ നിങ്ങൾ നാശത്തിലേക്ക് തള്ളിവിടരുത് എന്ന് ഖുർആൻ കൃത്യമായി ഈ സന്ദർഭങ്ങളിൽ നമുക്ക് പാഠങ്ങൾ നൽകിയിട്ടുണ്ട് എന്നതാണ്. അഞ്ചാമതായി ഓർമ്മിപ്പിക്കാനുള്ളത് വൃത്തിയും വെടിപ്പുള്ള ആളുകളാവുക എന്നതാണ്. മുഅ്മിനുകൾ പൊതുവെ വിശുദ്ധരാകണം. മനസ്സിന്റെ വിശുദ്ധി പ്രധാനമാണ്, ശരീരത്തിന്റെ വിശുദ്ധിയും വളരെ പ്രധാനമാണ്. കൈകൾ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. പ്രവാചകൻ പറഞ്ഞു, വുദുവോടുകൂടി നിങ്ങൾ എപ്പോഴും വുദുവോടുകൂടിയുള്ളവരായി മാറുക എന്ന് പ്രവാചകൻ പറഞ്ഞു. വെള്ളത്തിൽ നിങ്ങൾ ഊതരുത് എന്ന് പ്രവാചകൻ പറഞ്ഞു. തുമ്മുമ്പോൾ നിങ്ങൾ മുഖം പൊത്തണം, നിങ്ങളെ മുഖം അടച്ചു വെക്കണം എന്ന് പ്രവാചകൻ പറഞ്ഞു. ശേഷം അൽഹംദുലില്ലാ എന്ന് പറയണമെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു. ഭക്ഷണം കഴിക്കുമ്പോൾ മുമ്പും ശേഷവും കൈകൾ വൃത്തിയാക്കണം, വായ കഴുകണം എന്ന് മര്യാദകളൊക്കെ പാലിച്ച് നിങ്ങൾ ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കുമ്പോഴുള്ള തീന്മേശയിൽ അദബുകൾ പോലും എത്ര പ്രധാനപ്പെട്ടതാണ് എന്ന് ഇന്ന് ആരോഗ്യവകുപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ മുഅ്മിനുകളോട്, ഈ ലോകത്തോട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചു, അസുഖം ബാധിച്ചവർ അതിനടക്ക ഒതുക്കൊക്കെ വേണം, അവരവിടെ ഒതുങ്ങി നിൽക്കണം. എല്ലാവർക്കും അസുഖം വരുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകരുത് എന്ന് റസൂൽ ഓർമ്മിപ്പിച്ചു. പ്രത്യേകിച്ച് പകർച്ചവ്യാധികൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അവരിലേക്ക് പോകരുത്, അതുണ്ടായവർ ആരോഗ്യമുള്ളവരിലേക്ക് വരരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഖുർആൻ തത്വത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഇന്നല്ലാഹു യുഹിബ്ബുത് തവ്വാബീൻ വയുഹിബ്ബുൽ മുതതഹിരീൻ എന്നാണ്. ഒന്ന് തൗബയാണ്, മനസ്സിന്റെ വിശുദ്ധിയാണ്, മനസ്സിന്റെ വൃത്തിയാണ്. മറ്റൊന്ന് മൊത്തത്തിലുള്ള തഹൂറിനെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ട് അതും നമ്മൾ ശ്രദ്ധിക്കുക എന്നതാണ്. മറ്റൊന്ന് പ്രിയപ്പെട്ടവരെ, ഹലാലാക്കിയത് നമ്മൾ പ്രവർത്തിക്കുക, ഹലാലായത് പ്രവർത്തിക്കുക, ഹലാലായത് മാത്രം ഭക്ഷിക്കുക എന്നതാണ്. ഹറാമുകൾ മൊത്തം വെടിഞ്ഞൊരാളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രയാസങ്ങളെ നേരിടേണ്ടി വരില്ല, പ്രയാസങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരില്ല എന്നതാണ് പ്രധാനപ്പെട്ടത്. നോക്കൂ, മലഭോജികളായി മലം ഭക്ഷിക്കുന്ന, വൃത്തികേടുകൾ ഭക്ഷിക്കുന്ന ജീവികളുടെ മാംസവും പാലുമൊക്കെ നിങ്ങൾക്ക് ഹറാമാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. നമ്മളോടൊന്നും കഴിക്കരുത് എന്ന് പറഞ്ഞു. ശവം ഒഴിവാക്കണം എന്ന് പറഞ്ഞു, പന്നിയുടെ മാംസം ഒഴിവാക്കണം എന്ന് പറഞ്ഞു. ഇത്തരത്തിലുള്ള ജീവികളുടെ രക്തം ഹറാമാക്കി. ഹിംസ്ര ജീവികൾ, മറ്റുള്ള ജീവികളെ കൊന്ന് തിന്നുന്ന ജീവികളുടെ മാംസമൊന്നും കഴിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. നോക്കൂ, ചൈനയിലെ ഒരു മീൻ മാർക്കറ്റിൽ നിന്നാണ് ഈ കൊറോണ വൈറസ് പുറത്തേക്ക് വ്യാപിച്ചത് എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. അതിനോടനുബന്ധിച്ച് അവിടുത്തെ മാർക്കറ്റുകളിൽ ഈ പറഞ്ഞ എല്ലാ ജീവികളും സുലഭമാണ്. അവിടുത്തെ ആളുകൾ ഇത് ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി
ഇത്തരം ഹിംസ്ര ജന്തുക്കളെ കുറിച്ചുള്ള താക്കീത് നൽകി. നോക്കൂ, ഇത്തരം പക്ഷി മൃഗാദികളിൽ നിന്ന് ഇത്തരം കൊറോണ പോലുള്ള വൈറസുകൾ പകരാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് ആരോഗ്യരംഗം ഇന്ന് വിധി പറഞ്ഞു തരികയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മാഭിമാനത്തിന്റെ സന്ദർഭമാണ്. ഈ ദീന് മുറുകെ പിടിച്ച് ജീവിക്കുമ്പോൾ, ഈ ദീനിന്റെ പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമുക്ക് അല്ലാഹുവിന്റെ കാവലുണ്ടാകുന്നു എന്നതാണ്. പ്രവാചകൻ പഠിപ്പിച്ചു വന്ന പാഠങ്ങൾ നമ്മൾ ജീവിതത്തിൽ പാലിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സുരക്ഷിതത്വവും സംരക്ഷണവും ഉണ്ടാകുന്നു എന്നതാണ്. മാത്രമല്ല, ഇതൊക്കെ പുണ്യകർമ്മമാണ് എന്നതാണ്. നമ്മൾ ഒതുവെടുക്കുമ്പോൾ, വിശുദ്ധമായി നടക്കുമ്പോൾ, ഒന്ന് കൈ കഴുകുമ്പോൾ, ഒന്ന് മുഖം കഴുകുമ്പോൾ അല്ലാഹു വൃത്തിയും വെടിപ്പുമുള്ളവരായി മാറാൻ എന്നോട് കൽപ്പിച്ചത് പ്രകാരമാണ് നാം ഇത് ചെയ്യുന്നത് എന്ന നീയത്തോടു കൂടിയാണ് എങ്കിൽ അതൊക്കെ പ്രതിഫലാർഹമാണ് എന്നതാണ്. അല്ലാഹു നമ്മെ വിശുദ്ധരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിന്റെ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിത പാഠങ്ങളെയും ഒക്കെ യഥോചിതം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അത് നിലനിർത്തി പോകണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു സന്ദർഭത്തിൽ പാലിക്കേണ്ട പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങളാണ് നിങ്ങൾ ഓർമ്മിപ്പിച്ചത്. ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ എല്ലാവരും അവരുടേതായ സന്ദർഭങ്ങളിലും നമസ്കാര ശേഷവും അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളിലുമൊക്കെ അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, രക്ഷ തേടിക്കൊണ്ടേയിരിക്കുക. ഉമ്മത്ത് ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധികൾ ചെറുതല്ല. ഉമ്മത്ത് നേരിടുന്ന പൗരത്വ പ്രശ്നം പോലുള്ള വലിയ വിഷയങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്, നമ്മുടെ രാജ്യം, വിവിധ രാജ്യങ്ങൾ, ലോകം ഒന്നടങ്കം ഇത്തരമൊരു ഭീതിതമായ സാഹചര്യത്തിൽ, വൈറസ് പോലുള്ള ഈ പ്രശ്നത്തിൽ വലിയ ആശങ്കയിലാണ്. മാത്രമല്ല, നമ്മുടെ സാമ്പത്തിക രംഗം, മറ്റു രംഗങ്ങളൊക്കെ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ആരോഗ്യ പ്രശ്നം മാത്രമല്ല ഇത്തരം ഒരു സാഹചര്യം മുന്നോട്ട് പോയാൽ ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക എന്നതാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പോംവഴി എന്നതാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. മാത്രമല്ല, പ്രാർത്ഥനയ്ക്ക് മാത്രമല്ല എല്ലാ സന്ദർഭത്തിലും നേരത്തെ ഓർമ്മിപ്പിച്ചല്ലോ, ഹലാലായ മാർഗങ്ങളെ സ്വീകരിക്കാവൂ എന്നതാണ്. പ്രാർത്ഥനയ്ക്ക് ഹറാമായ മാർഗങ്ങൾ സ്വീകരിച്ചിട്ട് കാര്യമില്ല. പ്രാർത്ഥിക്കുമ്പോൾ പോലും നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നതാണ്. കേവലം എന്തെങ്കിലും ചെപ്പടി വിദ്യകൾ കൊണ്ട് ഈ സാഹചര്യങ്ങൾ മറികടക്കാൻ നമുക്ക് കഴിയില്ല. അള്ളാഹിന്റെ പരീക്ഷണങ്ങളാവട്ടെ, അള്ളാഹുവിന്റെ പ്രത്യേകമായ തീരുമാനങ്ങളാവട്ടെ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് വിധേയപ്പെട്ട് മനസ്സുരുകി നിഷ്കളങ്കമായി നമ്മൾ നന്നായി മനസ്സ് ശുദ്ധമാക്കി പ്രാർത്ഥിക്കുക എന്നതല്ലാതെ കേവലം ഒരു ഉറുക്കൊണ്ടോ, ചില മന്ത്രം കൊണ്ടോ, ചില ഹോമം കൊണ്ടോ, ചില ഐക്കല്ല് കൊണ്ടോ, ചില മാല മൗലീദുകൾ കൊണ്ടോ ഒന്നും, പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഉമ്മത്ത് ബാധിച്ച ഒരു പ്രശ്നവും പരിഹരിക്കാൻ നമുക്ക് കഴിയില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നാട് ബാധിച്ചുകൊണ്ടിരിക്കുന്ന, നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളും ദുരന്തങ്ങളും ഒന്നും നീക്കാൻ നമുക്ക് കഴിയില്ല എന്നത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സന്ദർഭമാണ്. അത്തരത്തിലുള്ള പ്രവണതകൾ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ചൂഷണ സംബന്ധമായ വിശ്വാസരംഗത്ത് ഒരുപാട് ഹലാലല്ലാത്ത വഴികളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിനല്ലാതെ ഈ പ്രതിസന്ധിയിൽ നമ്മെ കരകയറ്റാൻ ഒരു ശക്തിക്കും സാധിക്കുകയില്ല എന്ന് ഖുർആൻ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മുടെ വിശ്വാസത്തിന്റെ മർമ്മമാണ്, നമ്മുടെ അഖീദയുടെ മർമ്മമാണ്, തൗഹീദിന്റെ ആണിക്കല്ലാണ് പ്രിയപ്പെട്ടവരെ ദുആ എന്ന് പറയുന്നത്. ആ ദുആയിൽ നമ്മൾ വെള്ളം ചേർക്കാൻ പാടില്ല എന്നത് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കുക. നിഷ്കളങ്കമായി നമ്മൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കുക. കൃത്യമായി ഖുർആൻ പറഞ്ഞില്ലേ, വയ്യംസസ്കല്ലാഹു ബിളുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹുവ. നിങ്ങൾക്ക് വല്ല ഉപദ്രവങ്ങളും വല്ല പ്രയാസങ്ങളും ബാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് നീക്കം ചെയ്യാൻ അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും സാധിക്കുകയില്ല എന്ന് സൂറത്ത് യൂനിസിന്റെ 107-ാമത്തെ വചനത്തിന്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ നിലക്ക് നമ്മൾ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. മറ്റു കുറുക്കു വഴികൾ നമ്മൾ അപകടത്തിലാണ് ചെന്നെത്തിക്കുക, വിശ്വാസത്തിന്റെ വ്യതിയാനത്തിലേക്കാണ് എത്തിക്കുക. വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമ്മുടെ ദുആകൾ പോലും സ്വീകരിക്കില്ല. നമ്മുടെ ജീവിതത്തിലെ കർമ്മങ്ങളൊക്കെ വിഫലമായി പോകും. നാളെ നമ്മൾ അല്ലാഹുവിന്റെ ശാപകോപങ്ങൾക്ക് വിധേയമായി നരകത്തിന്റെ അഗാധതയിലേക്ക് പെട്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥനകളൊക്കെ പ്രാവർത്തികമാക്കി നമ്മൾ മുന്നോട്ട് പോവുക. റസൂലുള്ള ഇത്തരം സന്ദർഭങ്ങളിൽ പ്രത്യേകം ഇത്തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രത്യേകം ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി വൽ ജുനൂനി വൽ ജുദാമി വമിൻ സയ്യിഇൽ അസ്ഖാം. മോശമായ പ്രയാസകരമായ രോഗങ്ങളിൽ നിന്ന്, വെള്ളപ്പാണ്ട് പോലുള്ള രോഗങ്ങളിൽ നിന്ന്, കുഷ്ഠരോഗങ്ങളിൽ നിന്ന്,
ഭ്രാന്ത് പോലുള്ള അസുഖങ്ങളിൽ നിന്നൊക്കെ കാവലിനെ ചോദിച്ചുകൊണ്ടുള്ള ദുആകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിർവഹിക്കാറുണ്ടായിരുന്നു. നമ്മളും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇത്തരം സന്ദർഭങ്ങളെ തൊട്ട് കാവലിനെ ചോദിക്കുക. അള്ളാഹു നമ്മൾക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. ഖളാവും ഖദറിനെ കുറിച്ചാണ് ഓർമ്മിപ്പിച്ചത്. തവക്കുൽ ചെയ്യേണ്ട പ്രാധാന്യത്തെ കുറിച്ചാണ് ഓർമ്മിപ്പിച്ചത്. പാപമുക്തരായി തൗബയോടുകൂടി അള്ളാഹുവിലേക്ക് അടുക്കേണ്ടതിനെ കുറിച്ചാണ് ഓർമ്മിപ്പിച്ചത്. ജാഗ്രത പാലിക്കേണ്ടതിനെ കുറിച്ചാണ് ഓർമ്മിപ്പിച്ചത്. വൃത്തിയും വെടുപ്പും ഉണ്ടാവുകയും ഹലാലായ മാർഗത്തിൽ ജീവിക്കുകയും ഹലാലായത് സമ്പാദിക്കുകയും ഹലാലായത് ഭക്ഷിക്കുകയും ചെയ്യേണ്ട പ്രാധാന്യത്തെക്കുറിച്ചാണ് ഓർമ്മിപ്പിച്ചത്. ഇതൊക്കെ അള്ളാഹുവിന്റെ കാവലുണ്ടാകണമെങ്കിൽ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ് എന്നതാണ് ഓർമ്മിപ്പിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ച ഡൽഹിയിൽ ഉണ്ടായ കലാപവുമായി ബന്ധപ്പെട്ട അവിടുത്തെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക കലക്ഷനിൽ നമ്മുടെ മഹലിലെ, നമ്മുടെ പള്ളിയിലെ ആളുകൾ, പ്രത്യേകിച്ചും അന്ന് പങ്കെടുത്ത ആളുകളൊക്കെ വലിയ സഹായമാണ് നൽകിയിട്ടുള്ളത്. നമ്മുടെ പഞ്ചായത്തിൽ തന്നെ മികച്ച ഒരു കലക്ഷൻ എടുത്തു കൊടുക്കാൻ നമ്മുടെ മഹലിന് സാധിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആ സദഖകളൊക്കെ ഖബൂൽ ചെയ്ത് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സദുദ്ദേശങ്ങളെ അല്ലാഹു സഫലമാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്നൊക്കെ വന്നുപോകുന്ന ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ ഫളൽ കൊണ്ട് വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മെ സഹായിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമുക്ക് താങ്ങും തണലുമായവർ, എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, മാരകമായ രോഗങ്ങളിൽ നിന്ന്, മാറാരോഗങ്ങളിൽ നിന്ന്, മാരകമായ വൈറസുകളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന്, അല്ലാഹുവേ, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന്, കണിശമായ നിന്റെ വിചാരണകളിൽ നിന്ന്, അല്ലാഹുവേ, അപകട മരണങ്ങളിൽ നിന്ന്, കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന്, റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ഉമ്മത്തിനെയും ഞങ്ങളുടെ നാടിനെയും രാജ്യത്തെയും നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ മനോഹരമായ സ്വർഗപൂങ്കാവനത്തിൽ ഞങ്ങളെ എല്ലാവരെയും നീ പ്രവേശിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അവർക്ക് നീ ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവർ, വിഷമിക്കുന്നവരുണ്ട് നാഥ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അവരെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. വിഷമിക്കുന്ന ആളുകൾക്ക് നീ സ്വസ്ഥത നൽകണേ റഹ്മാനെ. മനസ്സിന് സമാധാനം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. വിഷമഘട്ടങ്ങളെ പ്രതിരോധിച്ചു നിർത്താനും അതിനെ മറികടക്കാനുമുള്ള സബറും ഈമാനും നൽകി നീ ഞങ്ങളെയൊക്കെ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പഠനത്തിൽ, ഞങ്ങളുടെ പരീക്ഷകളിൽ, ഞങ്ങളുടെ ജോലിയിൽ, ഞങ്ങളുടെ കച്ചവടത്തിൽ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ നാഥ ധാരാളമായി ഖൈറും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ദുരിതങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയൊക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ധാരാളം സദുദ്ദേശങ്ങളോടെ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു നാഥ. ഞങ്ങളുടെ സദുദ്ദേശങ്ങളെ നീ സഫലമാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെയൊക്കെ ജീവിതത്തെ നീ നന്നാക്കുകയും ജീവിതത്തിന്റെ അവസാനം നീ കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് തൗബയോടുകൂടി തഖ്വയോടുകൂടി മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നീ അനുഗ്രഹിക്കുകയും ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരങ്ങളിൽ പലരും, പ്രിയപ്പെട്ടവർ പലരും വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട് നാഥ. അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ഇപ്പോൾ പ്രയാസപ്പെടുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു നാഥ. എല്ലാം നീ എളുപ്പമാക്കി തീർക്കുകയും അവർക്ക് ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെയുള്ള മാനസികാവസ്ഥ പ്രദാനം ചെയ്യുകയും അവരുടെ ജീവിതത്തിലും ജോലിയിലുമൊക്കെ ഖൈറും ബർക്കത്തും നീ പ്രദാനം ചെയ്യുകയും ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവേ, അവരുടെ സാന്നിധ്യമില്ലാതെ ഇവിടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ധാരാളം ആളുകളുണ്ട് നാഥ. അല്ലാഹുവേ, അവരുടെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാവിധ ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ദീനിനെയും ഈ നാടിനെയും നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട് അല്ലാഹുവേ, അവർക്ക് നീ ആശ്വാസം പ്രദാനം ചെയ്യണേ റഹ്മാനെ. നിരപരാധികളായി ഒരുപാട് ആളുകൾ ജയിലറകളിൽ പ്രയാസപ്പെട്ട് കഴിയുന്നവരുണ്ട്, ശുഹദാക്കളായ ആളുകളുണ്ട് അല്ലാഹുവേ. അർഹമായ പ്രതിഫലം നൽകി നീ അവർക്ക് അർഹമായ പ്രതിഫലം നൽകി നീ അവരെ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖളിയൽ ഹജാത്ത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا واجر والدينا من النار اللهم ادخلنا الجنة مع الابرار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم انت ولينا في الدنيا والاخره توفنا مسلمين والحقنا بالصالحين اللهم رب الناس اذهب الباس اشف انت الشاف
لا شفاء إلا شفاؤك شفاء لا يغادر ولا سقما. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. اللهم إنا نعوذ بك من البرص والجنون والجذام ومن سيء الأسقام. اللهم اسقنا غيثا مغيثا. اللهم اسقنا غيثا مغيثا. اللهم اسقنا غيثا مغيثا. اللهم اغفر لنا يا غافر المذنبين. اللهم ارحم لنا يا أرحم الراحمين. اللهم ارزق لنا يا خير الرازقين. اللهم ربنا لا تجعلنا فتنة للذين كفروا واغفر لنا ربنا إنك أنت العزيز الحكيم. اللهم إنا نعوذ بك من جهد البلاء. اللهم إنا نعوذ بك من درك الشقاء. اللهم إنا نعوذ بك من سوء القضاء. اللهم إنا نعوذ بك من سماتة الأعداء. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.